നേരെ എത്രയായിട്ടും നീ കണ്ടില്ലല്ലോ. നീ അവളെ ലാളി ഭക്ഷണമായി കളഞ്ഞു ദേവകി. വലിയ സുന്ദരിയാണെന്നാ അവിടെ ഭാവം. അവൾ നിങ്ങൾ മകളല്ലാത്തോണ്ട് നിങ്ങൾക്ക് അവളോട് ഒട്ടും സ്നേഹമില്ല. അത് ശരിയല്ല. എനിക്ക് അവളെ സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്നെ അനുസരിക്കുന്നില്ല. നിങ്ങൾ അവളെ വെറുതെ വിടൂ. അവളിപ്പോ അത്ര കൊച്ചുകുട്ടിയൊന്നും. എനിക്കറിയില്ലേ അവളത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലെന്ന്. രാജകുമാരി എവിടായിരുന്നു ഇതുവരെ? കരിവണ്ടേ വരല്ലൻ തരീകത്ത് തേൻ തരില്ല ഞാൻ, നല്ല പൂമ്പാറ്റകൾക്കേ നൽകൂ മധുരമെൻ മധു. കരിവണ്ടേ വരല്ലൻ തരീകത്ത് തേൻ തരില്ല ഞാൻ, നല്ല പൂമ്പാറ്റകൾക്കേ നൽകൂ മധുരമെൻ മധു. അമ്മേ, എന്താ മോളെ? വാ. എനിക്ക് പേടിയാവുന്നു. മോക്കെന്താ ഞാൻ പേടി? വാ. മോളെന്താ ഞാൻ പേടിക്കുന്നത്? ചിറ്റപ്പന്റെ കണ്ണുകൾ കാണുമ്പോൾ പേടിയാവുന്നു. ചിറ്റപ്പന്റെ ചുവന്ന കണ്ണുകളും തുറിച്ച നോട്ടവും എന്നെ പേടിപ്പിക്കുന്നു. ചിറ്റപ്പന് നിന്നെ വലിയ സ്നേഹമാണ്. അമ്മേ, അച്ഛൻ്റെ കണ്ണുകൾ എങ്ങനായിരുന്നു? അവ ചുവന്നിരുന്നോ? ഇല്ല, നിന്റെ അച്ഛൻ ഒരിക്കലും കുടിച്ചിരുന്നില്ല. പിന്നെ അമ്മ എന്തിനാണ് അച്ഛനെ ഉപേക്ഷിച്ചത്? അച്ഛൻ അമ്മയെ തല്ലിയിരുന്നോ? ഇല്ല, നിന്റെ അച്ഛൻ ഒരിക്കലും എന്നെ തല്ലിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ദുഷ്ടനെ അമ്മ കല്യാണം കഴിച്ചത്? ഇത്തരം ചോദ്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കരുത് രുക്മിണി. ദേവകി, ദേവകി, നിന്റെ മോളെവിടെ? അവളെ വിളിക്ക്. ഞാൻ അവൾക്കൊരു പാവാട വാങ്ങി, ഒരു ചുവന്ന പാവാട. മോളെ രുക്മിണി, ഇതാ ചിറ്റപ്പൻ നിനക്കൊരു പാവാട കൊണ്ടുവന്നിരിക്കുന്നു.
രുക്മിണി, മോളെ, 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 മോളെ രുക്മിണി, മോളെ, മോളെ, മോളെ. എന്ത് പറ്റി മോളെ? മോളെ, ഗോവിന്ദനിൽ നിന്നും മറ്റെന്താ നീ പ്രതീക്ഷിച്ചത് എന്റെ ദേവകി? പോട്ടെ, ഇനി നിന്റെ സുന്ദരിയായ മകളെക്കുറിച്ചോർത്ത് നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. ഇവൾക്കിവിടെ പരമസുഖമായിരിക്കും. 2 മാസം കഴിയട്ടെ, ഇവളെ നിനക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അനസൂയ, ചായ. ഇവിടുത്തെ കുട്ടികളെ നീ നോക്കൂ, അവർക്കെന്താ ആരോഗ്യമില്ലേ? രാവിലെ മുട്ടയും പൊറോട്ടയുമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ലഡു എടുത്ത് കഴിക്ക എന്റെ ദേവകി. നീ എന്തുമാത്രം ക്ഷീണിച്ചു പോയി. മുമ്പ് നീ ഇവിടെ ആയിരുന്നപ്പോ എല്ലാവർക്കും നിന്നോടായിരുന്നു കമ്പം. നിനക്ക് വേണ്ടി ഒരിക്കൽ ഇവിടെ അടിപിടി നടന്നത് ഓർമ്മയുണ്ടോ? അതെ അമ്മേ, അന്നെനിക്ക് ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു നിന്നോട് ഈ വീട് വിട്ടു പോകാൻ? ഭർത്താവ് വേണമെന്ന് നീ ശാഠ്യം പിടിച്ചു. 1 അല്ല 2 ഭർത്താക്കന്മാര് നിനക്കുണ്ടായി. എന്നിട്ടോ നിനക്കെന്ത് സമ്പാദ്യം? ചായ കഴിക്കൂ ദേവകി. രുക്മിണി, ഇങ്ങെടുത്തു വാ. ആ ലഡു ഇങ്ങെടുക്ക്. നിന്റെ പാവ അമ്മയുടെ യാത്ര പറയൂ കുട്ടി. അവൾക്ക് ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. നേരവും വൈകി. രുക്മിണിയുടെ തുണികളാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എഴുതാൻ മടിക്കണ്ട. പോസ്റ്റ്. എനിക്ക് കത്തുണ്ടോ? എന്നെ ഉപേക്ഷിച്ചു പോയ വകയ്ക്ക് കൊള്ളാത്ത എന്റെ പുന്നാരം മോന്റെ കത്ത് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ സത്യാബായ്, നിങ്ങളുടെ മോൻ കത്ത് വന്നില്ലല്ലോ. ആ, രാധയ്ക്കൊരു കത്തുണ്ട്. ഇങ്ങനെ ഒരമ്മ ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തോ എന്ന് പോലും അവൻ അറിയണ്ട. മോന്റെ കത്ത് വരും അമ്മേ. അമ്മയുടെ മനസ്സിൽ കളങ്കമില്ല. ഈശ്വരൻ ഇനിയും അമ്മയെ പരീക്ഷിക്കില്ല. ഞാൻ പോട്ടെ. എന്റെ മോളെ അമ്മ നോക്കിക്കോണം.
ഞാൻ പോട്ടെ മോളെ. ഇവിടുത്തെ അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. നിനക്കിനി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അമ്മ ഇനി എപ്പോഴാ വരിക? ഞാൻ ഉടനെ വരാം മോളെ. ദിവസത്തിന് കത്തെഴുതാം, മറുപടി അയക്കണം. പോട്ടെ. രുക്മിണി എന്നാ പേരല്ലേ? എന്റെ പേര് സീത. നിന്റെ കയ്യിൽ വളകളൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ വളകൾ നിന്റെ കയ്യിൽ ഇട്ട് തരട്ടെ? എനിക്ക് ഈ ചുവന്ന വളകൾ ഇഷ്ടമല്ല. നീ നല്ല ചന്തമുള്ള കുട്ടിയാണല്ലോ. നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വരൂ. വേണ്ടമ്മേ, വേണ്ടേ? എന്റെ രാജകുമാരിയുടെ കവിളിൽ വരുന്നവരുടെ നിഴൽ കാണണം. രുക്മിണി ഏത് ക്ലാസ്സിലാ പഠിച്ചുകൊണ്ടിരുന്നത്? 7ാം ക്ലാസ്സിൽ. പഠിക്കാൻ പഠിക്കുകയായിരുന്നോ? രുക്മിണി, രുക്മിണി, നിന്നെ മീര ചേച്ചി വിളിക്കുന്നു. അങ്ങോട്ട് ചെല്ലേ. വരൂ രുക്മിണി, നിന്നെ അണിയിച്ചൊരുക്കാൻ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് ഒരു പട്ട് സൽവാർ കമ്മീസ് തരാം. എനിക്കിപ്പോ അത് പാകമില്ലാതായി. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെ ഒരുക്കാൻ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് എന്നെ ഒരുക്കുന്നത്? ഇന്ന് എന്റെ കല്യാണ ദിവസം ഒന്നുമല്ലല്ലോ. ഇവിടെ താമസിക്കുമ്പോ എന്നും നിന്റെ വിവാഹമാണ്. എന്നും നിന്നെ കാണാൻ ഒരു കല്യാണ ചെറുക്കൻ എത്തും. ആരാണ് എന്റെ കല്യാണ ചെറുക്കൻ? അയാളുടെ പേരെന്താണ്? പേര് മാത്രം ആരോടും ചോദിക്കരുത്. ഇവിടെ വരുന്ന കല്യാണ ചെറുക്കന്മാർ പേര് ചോദിച്ചാ പറയില്ല. പക്ഷെ സാരമില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അത് ശ്രീകൃഷ്ണനല്ലേ? അതെ, അതാണ് യഥാർത്ഥത്തിൽ എന്റെ കല്യാണ ചെറുക്കൻ. നാണം കെട്ടവൾ 4 മണിയായിട്ടും കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? എണീക്കടി രാധേ, എടി രാധേ. ഇപ്പൊ എനിക്ക് വയ്യ, എനിക്കൊന്ന് ഉറങ്ങണം. നിനക്ക് രാത്രിയും പകലും കിടന്ന് ഉറങ്ങണം. എണീറ്റ് പോയി കുളിച്ചൊരുങ്ങടി.
മോളെ, നമ്മുടെ പതിവുകളിലൊരാൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇങ്ങോട്ട് വിളിയേ. അയ്യോ വേണ്ടമ്മേ, അദ്ദേഹം ഒന്ന് വരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ അദ്ദേഹം വരാതിരിക്കില്ല. മോളെ, നമുക്ക് പിണക്കാൻ പാടില്ലാത്ത ഒരാളാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങ് പൊയ്ക്കോളൂ. വരാൻ പറയട്ടെ. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നെനിക്ക് പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രേമത്തിലൊന്നും ചെന്ന് ചാടരുത്. പ്രേമത്തിൽ പെട്ടുപോയ പെൺകുട്ടികളുടെ കഥകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മീരി ചേച്ചി, ഞാനിതിനകത്ത് കയറിയിരുന്നോട്ടെ? അയ്യോ ഇപ്പൊ വേണ്ട കുട്ടി. ഇപ്പൊ ചേച്ചിയെ കാണാൻ ഒരാള് വരും. നാളെ പകല് വന്നോളൂ. നീങ്ങ് വാ മോളെ. നീ നല്ല ലക്ഷണമുള്ളവളാ. ഇന്ന് അമ്മയ്ക്ക് വളരെ സന്തോഷമുള്ള ദിവസമാ. എന്റെ സുന്ദരി കുട്ടിക്ക് വിശക്കുന്നു. ഞാൻ നിനക്ക് ചോറ് വിളമ്പി തരട്ടെ? വാ. ഇവിടെയാണ് പകല് കിടന്നുറങ്ങുന്നത്. നീ എൻ്റെ കൂടെ കിടന്നു. ഈ പകൽ കിടന്നുറങ്ങിയ പിത്തം വയ്ക്കും. ഞാൻ പകൽ ഉറങ്ങാറില്ല. നീ ഒരു കൊച്ചു കുട്ടി തന്നെ. ഈ വീട്ടിൽ രാത്രി ഉറങ്ങാൻ കഴിയുമെന്നാണോ നിന്റെ വിചാരം? രാത്രി വിരുന്നുകാരെ രസിപ്പിക്കണ്ടേ? രാത്രിയിലെ വിരുന്നുകാരോ? ആരാണവർ? രുക്മിണി എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. രാത്രി ആണുങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനേ ഇവിടെ വരും. കാണുള്ളൂ. എന്ത് കാര്യങ്ങൾ? നിനക്കൊക്കെ താമസിയാതെ മനസ്സിലാവും. ഇവിടെ വരുന്ന ആണുങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കണം. ഇല്ലെങ്കിൽ
അമ്മ നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലും. ആണുങ്ങൾ പറയുന്നത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കണം. ആണുങ്ങൾ വെറും നായ്ക്കളാണ്, മാംസം കടിച്ചു കീറുന്ന നായ്ക്കൾ. വയറ് നിറച്ചു കഴിച്ചോ? മതി മതി. മനസ്സിലാക്ക, നിങ്ങൾ കണ്ടോ എന്റെ ചാർലി സ്പ്രേ? ഞാൻ ആ പട്ടിയുടെ മുകളിൽ വെച്ചിരുന്നതാ. രുക്മിണി, നീ കണ്ടോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇന്നലെ ആ വളക്കാരനായി നിന്ന് വാങ്ങിച്ചതാ ചാർലി സ്പ്രേ. സീതേ, സീതേ, നീ കണ്ടോ എന്റെ ചാർലി സ്പ്രേ? ഞാനിത് പാർസൽ അയക്കാൻ വെച്ചിരുന്നതാ. ഞാൻ കണ്ടില്ല. ഒന്ന് മാറിക്കേ. എന്റെ സ്പ്രേ നിന്റെ പെട്ടിയിലുണ്ടോ നോക്കട്ടെ. നിന്റെ സ്പ്രേ എങ്ങനെ എന്റെ പെട്ടിയിൽ വരും? അങ്ങോട്ട് പോയി നോക്കി. ഞാനൊന്ന് നോക്കട്ടെ. രാധേ, നിന്റെ വെളിച്ചോടെ എടുക്കണ്ട. മാറി നിന്റെ കള്ളമല്ല എനിക്ക് അറിഞ്ഞൂടെ? ഇന്ന് തെറ്റിയ കഴുത്തിറക്കുന്ന വർഗം. നിന്റെ കള്ളമല്ല ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്, നോക്കിക്കോ. തലയ്ക്ക് വെളിവില്ലെങ്കിൽ ആന്തിന് ചികിത്സിക്ക്. എന്നെ പോലുള്ളവർക്ക് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഈ വീട്. എന്താ ഇവിടെ തെരുവ് പെണ്ണുങ്ങളെ പോലെ മാന്യമായ ഒരു വീടല്ലേ ഇത്? അമ്മേ, ഇവളെന്റെ ചാർലി സ്പ്രേ മോഷ്ടിച്ചു. നിർത്ത്. ഇനി ശബ്ദം കേട്ടാൽ രണ്ടിനെ ഞാൻ വെളി തള്ളു. സത്യാബായി അകത്തുണ്ടോ? ഉണ്ട്. നീ ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ. ഇംഗ്ലീഷ് കടു കട്ടിയാ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ സ്കൂളിൽ പോയിട്ടേയാ. എനിക്കൊന്നും വായിക്കാനും അറിയില്ല. എൻ്റെ കയ്യിലൊരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. ഇവിടെ വന്ന ഒരാൾ തന്നതാ. നിറയെ വൃത്തിയിട്ട പടങ്ങളാ. നിനക്കത് വായിക്കാമോ? ഛേ, എനിക്കൊന്നും വേണ്ട. എന്റെ 7ാം പാഠത്തിലെ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ? ആ. അയ്യോ, ഞാൻ എന്റെ ബുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒരിക്കലും അത് ശരിയല്ല സത്യ. നിന്റെ കുട്ടികളെ പറ്റി ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ സ്വന്തം അനിയത്തിയെ പോലെ നീക്ക്. അല്ലെങ്കിലും നിന്റെ പെൺകുട്ടികളെ പറ്റി ആർക്കെന്ത് പറയാൻ നോക്കും? നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള കുട്ടികളല്ലേ ഇവിടെ ഉള്ളത്. നമ്മുടെ ഇൻസ്പെക്ടർ സാർ പറയുവാ നിന്റെ മീരെ കണ്ട സിനിമാ നടിയെ പോലെ ഇരിക്കുന്നെന്ന്. അക്കൻ ഇൻസ്പെക്ടർ സാറിനെ എവിടെ വെച്ചാ കണ്ടത്? കൗസല്യയുടെ വീട്ടിച്ച്. നന്ദി കെട്ട മനുഷ്യൻ. അയാൾക്ക് മാസാമാസം ഞാൻ കൈമടക്ക് കൊടുക്കുന്നില്ലേ? എന്റെ പെൺകുട്ടികൾ അയാളെ സന്തോഷിപ്പിക്കുന്നില്ലേ? എന്നിട്ടും കൗസല്യയുടെ വീട്ടിൽ അയാൾ എന്ത് തേടിയാ പോയത്? അയാൾ ഒരു തമാശക്കാരനാ. ഈയിടെയായിട്ട് കൊച്ചു പെൺപിള്ളാരോടാ അയാൾക്ക് കമ്പം. ഇവിടെ എന്താ കൊച്ചു പെൺകുട്ടികളില്ലേ? സീതയും രുക്മിണിയും ഇല്ലേ? ആ, എന്റെ രുക്മിണിയെ ചിന്നുവക്കം കണ്ടിട്ടില്ലല്ലോ. ഹോ, എന്തു മുഖശ്രീയാണെന്നോ അവൾക്ക്. രുക്മിണി, ഇങ്ങു വാ. ചിന്നുവക്കൻ നിന്നെ ഒന്ന് കാണട്ടെ. കൊച്ചു മിടുക്കി. അവളെ എവിടുന്ന് കിട്ടി? അങ്ങനെ വരട്ടെ. ദേവയ്യയുടെ കുഞ്ഞാണല്ലേ? ദേവയ്ക്ക് ഇതുപോലെ ഉറച്ച ശരീരം വരുന്നു. രുക്മിണി പോയി കളിച്ചോളൂ. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കൊച്ചുദേവത വന്നെന്ന കാര്യം ഇൻസ്പെക്ടർ സാറിനോട് ഒന്ന് പറയുമോ? ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ പറയാം. ഓ, ഇത് വരാത്തൊരു എരിച്ചിൽ. സോഡ കുടിച്ചാൽ മാറും. സത്യമായി ഒരു 5 രൂപ ഇങ്ങതാ. ഓ, ഇങ്ങനെ വട്ടച്ചാരായം കുടിച്ചാൽ കരള് കരിഞ്ഞു പോകുമേ. എനിക്ക് ഇഴവിയുടെ നോട്ടം കണ്ടാൽ പേടിയാവും. എനിക്കും അവരെ കണ്ടൂടാ. അവരൊരിക്കൽ എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ. ഞാനവിടെ കുളിമുറി പോയി ഛർദിച്ചു. നീ വാ, നമുക്ക് പോവാം.
അതാണ് മൂർത്തി മാമൻ. ദുഷ്ടനാ. കൈ കിട്ടി അല്ല നുള്ളി വിളിക്കും. രുക്മിണി ഇത്തൊന്നും പോരുത് കേട്ടോ. നോക്കൂ രുക്മിണി. രുക്മിണിക്കൊരു കത്ത്. രുക്മിണി ആരാ? ഞാനാ. ആ, കുട്ടിക്കൊരു കത്തുണ്ട്. അമ്മയുടെ കത്താണെന്നാ തോന്നുന്നത്. മോൾക്ക് വായിക്കായോ? പൊട്ടിച്ചു വായിച്ചോളൂ. ആ മോൾക്കാ. എൻ്റെ മകൾ രുക്മിണി വായിച്ചറിയേ അമ്മ ദേവിക എഴുതുന്നത് എന്തെന്നാൽ, മോൾ ഇവിടെ നിന്നും പോയതിന് ശേഷം ഇവിടെ വലിയ കാറ്റും മഴയുമായിരുന്നു. പൂക്കളൊക്കെ ഒടിഞ്ഞുപോയി. നിന്റെ കൂടെ പഠിച്ചിരുന്ന സാവിത്രി ഒരു ദിവസം ഇവിടെ വന്നു. മോൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ സങ്കടമായി. അവിടുത്തെ അമ്മയ്ക്കും ചേച്ചിമാർക്കും ഒക്കെ സുഖമാണല്ലോ. ഇവിടെ എനിക്കും സുഖം തന്നെ. മോളൊന്നും കൊണ്ടും വിഷമിക്കരുത്. മുരുകൻ മോളെ കാത്തുരക്ഷിക്കും. നിന്റെ മറുപടി കാത്തുകൊണ്ട് സ്വന്തം അമ്മ ദേവകി. രുക്മിണി, അമ്മയുടെ കത്താ. നീ എന്തിനാ കരയുന്നേ? വരൂ, അമ്മ അന്വേഷിക്കും. സാധാരണ കച്ചവടക്കാരെ പോലെ ഇത് പൊട്ടൂല്ല ഒടിയൂല്ല എന്നൊന്നും ഞാൻ പറയില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് പൊട്ടും. ഒന്ന് മാറിക്കേ. അമ്പലത്തിലോ കാവിലോ ഉത്സവത്തിനോ തിറക്കുവാണെങ്കിൽ ഇതേ വള തന്നെ വേറെ വിലക്കാ വിൽക്കുക. ഇതിപ്പോ റിബേറ്റ് സീസണാ. ആ മുത്ത് വെച്ച വളകൾ ഒന്ന് കാണിക്കൂ. ഇതിന് വില കുറച്ച് കൂടുതലാണ്. എനിക്കിത് വാങ്ങാൻ കഴിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് സ്വർണ്ണവളകൾ വേണമെങ്കിൽ വാങ്ങാലോ. ഞാൻ ഈ വളകൾക്ക് വില തന്നില്ലെങ്കിലോ? തരണ്ട, ഒന്നും തരണ്ട. രുക്മിണി, നിനക്ക് ഞാൻ വള വാങ്ങിച്ചു തരട്ടെ? നല്ല ചുവന്ന വളകൾ നിനക്ക് നന്നായി ചേരും. എനിക്ക് ചുവന്ന വളകൾ വേണ്ട. പിന്നെ ഏത് നിറമാ നിനക്ക് ഇഷ്ടം? എനിക്ക് വളകൾ വേണ്ട. അത് നല്ല തമാശ. വളകൾ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുണ്ടോ? സീതേ, നീ അവൾക്ക് ചേരുന്ന വളകൾ ഇട്ട് കൊടുക്ക്. രാധേ, എന്റെ കാലൊന്ന് തടവ്. വല്ലാതെ വേദനിക്കുന്നു. അതാരാ ഇത്ര നേരത്തെ? അതവൻ തന്നെ, ആ കോളേജ് പയ്യൻ, മീരയുടെ. ഇത്തവണ മുഴുവൻ പണവും തന്നില്ലെങ്കിൽ ഞാൻ അവനെ ആട്ടി ഓടിക്കും. ഒന്ന് അമർത്തി തിരുമരാധേ. ആ പയ്യൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഹേയ്, ആ ചെറുക്കന് മീരയെ മതി. അവളുടെ ഭർത്താവിനെ പോലെയാണ് അവൻ പെരുമാറുന്നത്. രാത്രി വളരെ ഇരുട്ടുന്നത് വരെ അവർ സംസാരിച്ചിരിക്കും. ഇത്രയും നേരം അവരെന്തോന്നാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ മീരയ്ക്ക് അവനോട് വലിയ സ്നേഹമാണ്. ആർക്ക് വേണം ഈ സ്നേഹം? ഇത്ര കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വരുന്നത് എന്തിനാണ്? മീരക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇവിടെ വരാൻ വേണ്ടി പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ദരിദ്രനായ ഒരു കോളേജ് വിദ്യാർത്ഥി അല്ലേ? എന്റെ കണ്ണ, വരൂ, ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കൂ. വേണ്ട, എനിക്ക് ഈ ദൂരത്തിലിരുന്ന് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം.
എത്ര കാലമാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ പോകുന്നത്? കൽപ്പാന്ത കാലം വരെ. മീരക്ക് മനസ്സിലായില്ലേ? പറഞ്ഞുതരാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പക്ഷിക്കൂട്ടിൽ വളർന്ന നിനക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? മാറ്റങ്ങൾ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന വലിയ പരിവർത്തനങ്ങൾ. അത്ര വലിയ കാറ്റാണെങ്കിൽ ഈ വീട്ടിലും അത് അടിച്ചു കയറില്ലേ? കാറ്റിന്റെ ശക്തിയിൽ വീടിന്റെ ജനാലകളും കഥകളും തകർന്നു പോവുകയില്ലേ? ഇല്ല, ഇതിനകത്തൊന്നും കടക്കില്ല. കാറ്റും വെളിച്ചവും ഒന്നും. ഞാൻ ചരിത്രം പഠിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഈ വീട് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നിന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നു. അതിനുള്ള ശക്തി എന്റെ കണ്ണനുണ്ടോ? വെറുതെ വീമ്പ് പറയാതെ. അച്ഛനും അമ്മയെ എതിർക്കും, സമൂഹം പുച്ഛിക്കും, എല്ലാവരും എനിക്കെതിരാകും. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ പുലർത്താൻ വേണ്ടി കൂലിവേല എടുക്കാൻ ഞാൻ തയ്യാറാണ്. മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. നീ ബുദ്ധിമതിയാണ്. സാധാരണ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തലേ കയറുകയില്ല. ഞാനും കോളേജിൽ പഠിക്കുന്നുണ്ട്. ഏത് കോളേജിൽ? ഈ കോളേജിൽ. മീര എവിടെ ഇരിക്കൂ, ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. ഈ തലയ്ക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു തീരണമെങ്കിൽ 100 വർഷം വേണ്ടി വരും. ആരാത്? കഥ തുറക്ക. നീ ഇത്രയും പാടുപെട്ട് ഇവിടെ വരെ വരുന്നത് ഇവളെ രാഷ്ട്രീയം പഠിപ്പിക്കാനാണോ? ഞാൻ പണം കൊടുത്താണ്. നിന്റെ പണം ഇവിടെ ആർക്കും വേണ്ട. നീ ഒന്ന് ഇറങ്ങി തന്നാ വലിയ ഉപകാരാവും. എന്റെ കണ്ണൻ വരണ്ടുപോയോ? ഇതൊന്നും സാരമില്ലെന്നേ. എനിക്ക് ആരെയും ഭയമില്ല. നീ ഇവിടെ ഇരിക്കാണോ? ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. ഒരു കുട്ടി, നമുക്ക് കളിക്കാം. ഞാൻ കളിക്കാൻ വരുന്നില്ല. നീ എന്ത് പിണക്കാണോ? വാ രുക്മിണി. ഞാൻ കളിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയുള്ളു സത്യാക്ക വിശേഷങ്ങൾ? ഓ, ഞങ്ങൾക്കൊക്കെ എന്ത് വിശേഷം. ഈയിടെയായിട്ട് നമ്മളെ ഒന്നും ഒരു മൈൻഡിലോടി സരസു. സാറല്ലേ ഞങ്ങളെയൊക്കെ മറന്നത്? സാർ ഇവിടെ വന്നിട്ട് നാളെത്രയായി? സത്യക്കൻ സാറിന്റെ കാര്യം പറഞ്ഞ് കരയാത്ത ദിവസമില്ല. സരസു, അകത്തു പോ. എന്താ സത്യക്കനൊരു ഗൗരവം? സാറിപ്പോ കൗസല്യയുടെ വീട്ടിലാണെന്ന് ഞാൻ അറിഞ്ഞു. പോയി, ഒരു പ്രാവശ്യം പോയി. ഏതോ ഒരുത്തൻ അവിടെ കള്ളും കുടിച്ചു വന്ന് ഭയങ്കര ബഹളം. ഒരു പിച്ചാത്തി നിവർത്തിപ്പിടിച്ച് എല്ലാത്തിനെയും കൊന്നുകളയൊന്നും പറഞ്ഞൊരു നില. ആരോ വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു, ഞാൻ പോയി ഒറ്റയ്ക്ക്. എന്നെ കണ്ട ഉടനെ കത്തിയും താഴെ ഇട്ട് കാലിലോട്ടൊക്കെ വീണു. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ അക്കാ, പോകാതിരിക്കാൻ പറ്റുമോ? എന്റെ കുട്ടികളെ പറ്റി എന്തൊക്കെയാ ആ കൗസല്യ പറഞ്ഞു തന്നത്? അക്കന്റെ പെൺകുട്ടികളെ പറ്റി ഞാൻ അവിടെ സംസാരിച്ചതേ ഇല്ല. എന്റെ കുട്ടികളെ പറ്റി ഓരോ നുണ പറഞ്ഞ് പരത്തിയാൽ പിന്നെ ഇവിടെ ആരെങ്കിലും വരുമോ? എന്റെ പാവം കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു പോവില്ലേ? കരയാതെ സത്യാക്ക, അക്കന്റെ മാനം ഞാൻ കാത്തോളാം. അക്കനെയും അക്കന്റെ വീടിനെയും ഞാൻ നോക്കിക്കോളാം.
ഒരു പുതിയ റിക്രൂട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു. എവിടെയവൾ? രുക്മിണി, നിന്നെ അമ്മ വിളിക്കുന്നു. വട്ടം മാറ്റിയിടല്ലേ, ഞാൻ ഇപ്പൊ വരാം. ആ നീയാണോ രുക്മിണി? കൊള്ളാൻ സത്യാഭായി, എനിക്ക് ഇവളെ വളരെ ഇഷ്ടപ്പെട്ടു. കൊച്ചു മിടുക്കി. നിനക്കെന്നെ മനസ്സിലായോ? പറയടി, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാ? പോലീസ്. സാറ് രുക്മിണിയോട് സംസാരിച്ചോണ്ട് ഇവിടെ ഇരിക്കൂ, ഞാനിപ്പ വരാം. ഇവിടെ ഇരിക്കേ. പേടിക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ച് തിന്നുവൊന്നുമില്ല. നിനക്കിഷ്ടമുള്ളത് എന്താന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം. ചോക്ലേറ്റ് ഇഷ്ടമാണോ? നാളെ വരുമ്പോ ഒരു ടിൻ നിറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരാം. പോരെങ്കിൽ ഒരു പാവാടയും വാങ്ങിത്തരാം. ഒരു ചുവന്ന പാവാട. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് ചുവന്ന പാവാട വേണ്ട. പിന്നെന്റെ പൈങ്കിളിക്ക് എന്ത് വേണം? രുക്മിണി, രുക്മിണി, രുക്മിണി. ഐരിടി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവര വിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ സുരവരവർഷിണി ദുർധരദർശിനി ദുർമുഖമർഷിണി ഹർഷരദേ ത്രിഭുവനപോഷിണി ശങ്കരദോഷിണി കൽമഷമോഷിണി ഘോഷരദേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈലസുതേ. കൗസല്യേ, ഞാനിത് പറഞ്ഞതായിട്ട് ആരോടും പറയല്ലേ. ആ ഇൻസ്പെക്ടർ അറിഞ്ഞാ എന്നെ ഇടിച്ചു കൊല്ലും. നിങ്ങൾ ചുമ്മാ ഇരിക്കും ചിന്നോക്ക. നമ്മളറിയാത്ത ഇൻസ്പെക്ടറോ? അതാ വരുന്നുണ്ട്, എഴുന്നള്ളത്ത് വരുന്നുണ്ട്. കുട്ടികളെയും കൊണ്ടുള്ള ഈ നടപ്പത്ര നല്ലതിനല്ലെന്ന് പറയണം ചിന്നോക്ക. ചിന്നോക്ക, അവളോട് പറഞ്ഞേര് എന്റെ കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിയോളാമെന്ന്. അവളും അവരുടെ പിള്ളേരും സൂക്ഷിച്ചാ മതി. നിങ്ങൾ വരടി. സരസ്വതി അകത്തുണ്ടോ? ഉണ്ട്. അതാരാ? സരസ്വതിയക്കന്റെ ഭർത്താവാ. അവർക്ക് 2 കുട്ടികളും ഉണ്ട്. 2, 3, 4.
കഴിക്കൂ. മോന് പനിയായിരുന്നു. ഞാൻ ഹോമിയോ മരുന്ന് വാങ്ങിച്ചു കൊടുത്ത്. ഇപ്പൊ കുറവുണ്ട്. അവനെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ? മോള് സ്കൂളിൽ പോകുന്നുണ്ടോ? കുട്ടികൾ നിന്നെ കാണുമെന്ന് പറഞ്ഞ് വഴക്ക. നിനക്ക് 2 ദിവസം അവധി എടുത്ത് എൻ്റെ കൂടെ വന്നൂടെ? സത്യക്കൻ എന്നെ കൊല്ലും. 1 മാസം കൂടെ കഴിയട്ടെ. ഇപ്പോ നെഞ്ചുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളുടെ വീടിന് ചുറ്റും പൂന്തോട്ടങ്ങളാണ്. മഴ നനഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണാൻ എന്തു ഭംഗിയാണെന്നോ. മഴ പെയ്യുമ്പോ പൂന്തോട്ടത്തിലെല്ലാം ഞാൻ ഓടി നടക്കും. അവിടെ എന്തൊക്കെ പൂക്കളാണുള്ളത്? അരളി, മുല്ല, ജമന്തി, പിന്നെ താമരക്കുളം. ഒരു ദിവസം ഞാൻ താമരക്കുളത്തിൽ കാൽവഴുതി അങ്ങ് വീണുപോയി. ചിരിക്കുമ്പോ സീത എന്തിനാ വയറ് അമർത്തി പിടിക്കുന്നത്? ചിരിക്കുമ്പോ വയറ് വേദനിക്കുന്നു. അതെന്താ? എന്തോ എനിക്ക് വല്ലാത്ത ക്ഷീണം. രാവിലെ കിടക്കാൻ എഴുന്നേക്കാനേ വയ്യ. പിന്നെ എന്തിനാ വട്ട് കളിക്കുന്നത്? കളിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. കളിക്കുമ്പോൾ ഞാൻ എല്ലാ വിഷമവും മറക്കും. പോസ്റ്റ്. എനിക്ക് കത്തുണ്ടോ? ഇല്ലല്ലോ മോളെ, രാധയ്ക്കൊരു കത്ത്. എനിക്ക് കത്തുണ്ടോ? എന്നെ ഉപേക്ഷിച്ചു പോയി എന്റെ പുന്നാര മോന്റെ കത്ത് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ സത്യാബായ്, നിങ്ങളുടെ മോന്റെ കത്ത് വന്നില്ലല്ലോ. മോളുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മ, പിന്നെ അച്ഛനില്ലേ? എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. സാറിന് എന്റെ അച്ഛനെ അറിയാമോ? എനിക്ക് ചെറിയ പരിചയമുണ്ട്. എന്റെ അച്ഛനോട് ഇവിടെ വരാൻ പറയാമോ? ഞാൻ അന്വേഷിക്കാം. കണ്ടാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പോട്ടെ. മീരക്കറിയാമോ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്നാണ് ആ പുസ്തകം വായിച്ചു തീർത്തത്. വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. സ്ത്രീ വിമോചനത്തിന്റെ യുഗം. ഓരോ പേജിലും നിന്റെ മുഖം കണ്ടുകൊണ്ടാണ് ഞാൻ വായിച്ചത്. പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പുരുഷൻ സ്ത്രീയോട് കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതയുടെ ചരിത്രം. ഒരേ കൃത്യം സ്ത്രീക്ക് പാപവും പുരുഷന് സ്വന്തം തലയിലെ തൂവലുമായി തീരുന്നു. കൃഷ്ണ, ഇവിടെ വരൂ. എന്റെ അടുത്ത് വന്നിരിക്കൂ. മീരക്കറിയാമോ, ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും വഴിപിഴച്ചു പോയ സ്ത്രീകളെ മൊട്ടയടിച്ച് തെരുവിലൂടെ നടത്തിയിരുന്നു. കല്ലെറിഞ്ഞു കൊന്നിരുന്നു. ആളിക്കത്തുന്ന തീക്കുണ്ടത്തിൽ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. മീരെ, 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 നിന്നെ കരയിപ്പിക്കാനല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നോക്ക്, എന്റെ കയ്യിലെ വാച്ച് വിറ്റിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്.
മീരെ 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 കരയാതെ. ആ മീരയുടെ മുറിയിൽ എന്താ ഒരു ബഹളം? അത് ആ പയ്യൻ തന്നെ. അവൻ അവളെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്. അവനെ ഇവിടുന്ന് ഓടിക്കാൻ എനിക്ക് പറ്റും, വേണമെങ്കിൽ അകത്താക്കാനും പറ്റും. അങ്ങക്കത് കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ മീര എനിക്ക് മോളെ പോലെയാ. അവളെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നീ അവളെ വഷളാക്കി കളഞ്ഞു സത്യാഭായി. അവളുടെ ഭാവം അവള് വലിയ തറവാട്ടുകാരിയാണെന്നാ. ആർക്കറിയാം തറവാട്ടുകാരിയല്ലെന്ന്. എന്റെ വീട്ടുപടിക്കൽ ഒരു പട്ടുസാരിയിൽ പൊതിഞ്ഞ് ആരോ അവളെ ഉപേക്ഷിക്കുകയായിരുന്നു. ആ പട്ടുസാരി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ അമ്മ ഏതെങ്കിലും ധനികന്റെ വീട്ടുവേലക്കാരി ആയിരുന്നിരിക്കാം സത്യാഭായി. ഏതായാലും പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മകളെ പോലെ അല്ല അവൾ ഇരിക്കുന്നത്. എന്റെ നാട് വിട്ടുപോയ മകൻ തിരിച്ചു വന്നാൽ നിശ്ചയമായും ഞാൻ അവളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കും. നിന്റെ മകന്റെ അച്ഛൻ ആരായിരുന്നു സത്യാഭായി? ഓർമ്മയുണ്ടോ? എന്റെ മകന്റെ അച്ഛനെ കുറിച്ച് ഒന്നും ചോദിക്കരുത് സാർ. അദ്ദേഹം ഒരു മഹാബ്രാഹ്മണനായിരുന്നു. മുഹൂർത്തം നോക്കിയേ ഇവിടെ വരൂ. എൻ്റെ അടുത്ത് കഴിയുമ്പോഴും വേദമന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഭരണം മാഷേ, ഭരണോ? കുറച്ചു ദിവസമായല്ലോ മാഷെ കണ്ടിട്ട്. പരീക്ഷാ കടലാസ് നോക്കുന്ന തിരക്കിലായിരുന്നു, തീരെ സമയം കിട്ടിയില്ല. ആ മാഷ് അകത്തേക്ക് ചെല്ല്, സീത മുറിയിലുണ്ട്. ഓ ഓ സീതേ, എന്താ കുട്ടി, നിനക്ക് നല്ല സുഖമില്ലേ? കഴിഞ്ഞ മാസം എനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. മാസത്തിൽ ഒരു തവണയെങ്കിലും നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ മനപ്രയാസമാണ്. ഇന്നിങ്ങോട്ട് നോക്കൂ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണാം. എന്റെ ഉടുപ്പ് മുഴുവൻ വൃത്തികേടായല്ലോ. ആ കുട്ടി എന്റെ മേലാകെ ഛർദിച്ചു. ഇവിടെ എങ്ങാനും പൈപ്പുണ്ടോ ഒന്ന് കഴുകിക്കളയാൻ? നീ നമ്മുടെ മാനം കെടുത്തു. സൈക്കിളിൽ കൊണ്ടുവന്ന് ഐസ്ക്രീം കഴിക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്? എന്റെ കുറ്റം കൊണ്ടല്ലമ്മേ, കുറെ ദിവസമായി എനിക്ക് തീരെ സുഖമില്ല. 2-3 ദിവസം നീ ആരുടെ അടുത്തേക്ക് പോകണ്ട, പൊയ്ക്കോ. എന്റെ പ്രിയ കാമുകൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ അവന് വയ്യെന്ന്. പണ്ട് എന്നെയും കൊണ്ട് ഒളിച്ചോടാൻ നേരത്തും അവൻ ഇത് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവന്റെ തന്ത അന്ന് വിളിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? സോറി സോറിന്ന്. പിന്നെയും നീ എന്തിനാ അവന് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നത്? വെറുതെ ഒരു രസത്തിന്. അവന്റെ കത്തുകൾ വായിക്കാൻ എന്ത് തമാശയാണെന്നോ. അവനും അവന്റെ ഭാര്യയും തമ്മിൽ പിണങ്ങിയത്രേ. അവളിപ്പോ അവളുടെ വീട്ടിലാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് അവന് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതോ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല സരസ്വതി. നീ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ലല്ലോ. നിനക്ക് വട്ടാണെന്നാ എനിക്ക് തോന്നുന്നത്. അതെ,
എനിക്ക് വട്ടാണ്. എനിക്ക് ശരിക്കും വട്ടാണ്. ഒരു ദിവസം ഡബിൾ ഡക്കറി കയറ്റി അമ്മ ഞങ്ങളെ കൊണ്ടുപോയി. അതിലിരുന്ന് പുറത്ത് കൈയിട്ട് ഞാൻ പേരയ്ക്ക പറിച്ചെടുത്തു. നീ ഒരു ബെഡായിക്കാരി തന്നെ. ചോദിച്ചു നോക്കാം അമ്മയോട്. പേരയ്ക്ക മുഴുവൻ കുരുവായിരുന്നു. പേരയ്ക്ക കുരു വയറ്റിൽ വേറെയുണ്ടാക്കുമെന്ന് അമ്മ പറഞ്ഞു. അതാണ് നിനക്ക് വയറ്റിൽ വേദന, ഛർദ്ദിക്കാൻ തോന്നുന്നതും അതുകൊണ്ടാണ്. ആണുങ്ങൾ എൻ്റെ ശരീരം തൊടുമ്പോഴാണ് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്. എല്ലാ ആണുങ്ങളെയും എനിക്ക് വെറുപ്പാണ്. ഇന്നെന്താണ് പതിവില്ലാത്തൊരു ഭാവം? ഇന്നലെ വായിച്ച പുസ്തകത്തെക്കുറിച്ചൊന്നും ഇന്ന് എനിക്ക് കേൾക്കാൻ വയ്യ. ഇന്ന് ഞാനാണ് സംസാരിക്കുക. എന്റെ കണ്ണൻ കേട്ടുകൊണ്ടിരുന്നാൽ മതി.
മീര എന്തെന്ന് സംസാരിക്കാൻ? ഞാൻ എന്നെ പറ്റി തന്നെ സംസാരിക്കാം. കൃഷ്ണനെക്കുറിച്ചും നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കാം. നമ്മുടെ വീട്, കുട്ടികൾ, നമ്മുടെ വയസ്സുകാലം. നീ ഒരു കവിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാനും 9ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ. കുറെ കവിതയൊക്കെ എനിക്കും അറിയാം. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ? ചോദിക്കൂ, അറിയാവുന്ന ആളുകൾ ഉത്തരം പറയാം. കൃഷ്ണന് വയസ്സെത്രയായി? ഐ എം 24. 24 വയസ്സ്. എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാനും ജോലി ചെയ്ത് പണമുണ്ടാക്കാനും കൃഷ്ണന് കഴിയുമോ? ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടോ? ഒരു ജോലി കണ്ടുപിടിക്കുക എന്നത് അതൊരു പ്രശ്നമല്ല. പക്ഷേ മനസ്സിന് പിടിക്കുന്ന എന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാവുന്ന ഒരു ജോലി. അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയേണ്ടത് കൃഷ്ണൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നാണ്. എന്നെ എവിടെ നിന്ന് കൊണ്ടുപോവാൻ കൃഷ്ണൻ എപ്പോഴും പറയാറുള്ള പുറം ലോകത്തേക്ക് കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ? പറയൂ, എന്നെ എവിടെ നിന്നും കൊണ്ടുപോകാമോ? ദൂരെ എവിടെയെങ്കിലും പറയൂ. പറയാതെ ഞാൻ എന്റെ കണ്ണനെ വിടില്ല. എനിക്ക് കത്തുണ്ടോ? ഇല്ലല്ലോ മോളെ. മോൾക്ക് വായിക്കാൻ ഞാനൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. മേടിച്ചോളൂ. മോളുടെ അച്ഛനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കഴിയുന്നത് വേഗം കണ്ടുപിടിക്കാൻ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. CROW. ഷോ അങ്ങനല്ല. W. ഷോ CROW. ക്രോ. The crow is sitting on the tree. കാക്ക മരത്തിൽ ഇരിക്കുന്നു. പറ. കാക്ക. കാക്കയല്ല, ക്രോ. 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 എനിക്ക് വയ്യ പഠിക്കാൻ. പറയൂ സീതേ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്ക് വേണ്ട. നമ്മുടെ കല്യാണം എപ്പോഴാ നടക്കുക? എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണ ചെറുക്കന്മാരെയും എനിക്കിഷ്ടമല്ല. നിനക്കൊരു സ്വന്തം വീട് വേണ്ടേ? എനിക്ക് സ്വന്തമായ ഒരു വീട് വേണം. വെള്ളതേച്ച ചുവരുകളുള്ളൊരു വീട്. ആ വീട് നിറയെ കുട്ടികൾ വേണം. എന്നാൽ ആ വീട്ടിൽ ഒറ്റ പുരുഷനും വേണ്ട. നീ
മീര ചേച്ചി വെളിയിൽ എവിടെങ്കിലും പോവാണോ? ഇല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചേച്ചിയെ കണ്ടാൽ ഇപ്പോ ഒരു കല്യാണ പെണ്ണിനെ പോലുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. നീ ഈ കാര്യം ആരോടും മിണ്ടല്ലേ? ആ കോളേജ് കുട്ടിയാണോ ചേച്ചിയെ കല്യാണം കഴിക്കുന്നത്? ചേച്ചിയെ കാണാൻ വേണ്ടി വാച്ച് വിറ്റാൽ? അതെ, അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. ഞാൻ മീര, അദ്ദേഹം കൃഷ്ണൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, ആ പടത്തിലെ പോലെ അല്ലേ? സീത എന്താണ് ഒന്നും കഴിക്കാത്തത്? ആഹാരം എടുത്ത് കഴിക്കൂ കുട്ടി. മീര എവിടെ? അവളെ കണ്ടില്ലല്ലോ. രാധേ, നീ പോയി മീരയെ വിളിച്ചോണ്ട് വാ. മീരേ, മീരേ, അമ്മ വിളിക്കുന്നു. എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കാൻ. എന്താ എഴുന്നേൽക്കാൻ വയ്യാത്ത വിധം ക്ഷീണിച്ചോ? മീരേ, മീരേ, അമ്മേ, മീര മിണ്ടുന്നില്ല. മീരേ, മോളെ മീരേ, 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 മോളെ മീരേ, എവിടെ എന്റെ മകൾ? ആരോ അവളെ തട്ടിക്കൊണ്ടുപോയി. ഇനി ഞാൻ അവളെ എവിടെ പോയി അന്വേഷിക്കും? മീര എവിടെ അമ്മേ? ഞാൻ അന്നേ വിചാരിച്ചതാ അവളാ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയതാ. എന്റെ ചേട്ടത്തിക്ക് എന്തു പറ്റി? എന്റെ മീരയെ ശത്രുക്കൾ ആരോ തട്ടിക്കൊണ്ടു പോയി. എന്റെ കൗസല്യേ, അവിടെ സൗന്ദര്യത്തിൽ എല്ലാവർക്കും അസൂയയായിരുന്നു. എന്ത് തങ്ക നിറമായിരുന്നു അവൾക്ക്. എനിക്കിനി ഇവിടെ കഴിയണമെന്നേ ഇല്ല. കാശിയിലെങ്ങാനും പോയി ചത്താ മതിയായിരുന്നു. മീര സ്വന്തം ഇഷ്ടത്തോടെ പോയതായിരിക്കും. പോയവള് പോയി ചാവട്ടെ ചേട്ടത്തി. നന്ദി കേട്ട ഒരു പെണ്ണിനെ ഓർത്ത് ചേട്ടത്തി എന്തിനു വിഷമിക്കണം? കൗസല്യ, നിനക്കറിയില്ലേ ഞാൻ ഈ പെൺകുട്ടികളെ എത്ര കാര്യമായാണ് നോക്കുന്നതെന്ന്? എല്ലാ ഉത്സവത്തിനും സിനിമയ്ക്കും ഞാൻ അവരെ കൊണ്ടുപോകാറില്ലേ? ഈ പെൺകുട്ടികളെ അമിതമായി സ്നേഹിക്കരുത് ചേട്ടത്തി. ഒരു കുറ്റം കണ്ട ഞാൻ എൻ്റെ കുട്ടികളെ ചാട്ട കൊണ്ടടിക്കും. അതുകൊണ്ട് അവർക്ക് എന്നെ പേടിയുണ്ട്. ഈ വീട്ടിലെ കുട്ടികളെ പറ്റി ഓരോരുത്തർ പറയുന്നതൊന്നും ചേട്ടത്തി അറിയുന്നില്ല. എന്റെ കുട്ടികളെ പറ്റി ആരാ പറഞ്ഞത്? ആ ചിന്നുവക്കനാണോ അതോ ഇൻസ്പെക്ടർ സാറോ? നുണ പറയാനെന്നല്ല ഞാനിവിടെ വന്നത്, ചേട്ടത്തി ആശ്വസിപ്പിക്കാനാ. കൗസല്യേ, നിനക്ക് മാത്രമാണ് എന്നോട് സ്നേഹമുള്ളത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ചേട്ടത്തി. നമുക്ക് പൊതു ശത്രുക്കളുണ്ട്. ഒരുമിച്ച് നിന്നാ നമ്മെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ, ഹായ്. പണ്ടേ ഞാനീ മുറി കണ്ണുവച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന തെരുവ് കാണാം, ആളുകളെ കാണാം. അവളൊരു വെറും തേവിഴ്ച തന്നെ. ഏതെങ്കിലും പുരുഷന്മാർ നോക്കിയാൽ അവൾ ശരീരം കുറുക്കുന്നത് നീ കണ്ടിട്ടില്ലേ? എന്റെ സത്യാഭായി, നേരത്തെ ഇക്കാര്യം എന്നെ അറിയിക്കാഞ്ഞത് എന്തേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒളിച്ചോടിപ്പോയ ആ കൂത്തിച്ചിയെ ഞാൻ പിടികൂടിയനെ. ആ തെണ്ടിച്ചക്കനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയനെ. ആ, ഇനിയിപ്പോ അവര് സിറ്റ് വിട്ട് വല്ല ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടാവും. അവന് ജയിലിലാക്കിയിട്ട് എന്താ ഒരു പ്രയോജനം?
മീരയുടെ ഇഷ്ടപ്രകാരമാണ് അവന്റെ കൂടെ പോയത്. അവരിതിനകം വിവാഹവും ചെയ്തിട്ടുണ്ടാവും. വിവാഹോ? നല്ലൊരു കുടുംബത്തിൽ പിറന്ന പയ്യന് വിവാഹം കഴിക്കാൻ ഇവിടുന്ന് ഒരു പെണ്ണിനെ കിട്ടിയുള്ളൂ. അവൻ അവളെ കൊണ്ട് പണമുണ്ടാക്കും. എന്റെ സത്യാഭായി, ലോകമെന്തെന്നറിയാത്ത ഒരു ശുദ്ധ ഹൃദയാണ് നീ. വിവാഹം. നിങ്ങൾ എന്റെ സഹോദരനാണ്. വിഷമം വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥലത്ത് എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഈ അവസരത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അവളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. നീ സമാധാനമായിരിക്കൂ സത്യാഭായി. നമ്മുടെ രുക്മിണിയെ കണ്ടില്ലല്ലോ. മോളെ, ഇൻസ്പെക്ടർ സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇപ്പൊ വേണ്ടമ്മേ, ഞങ്ങൾ ഈ പാവക്കുട്ടിയുടെ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മീര, ഇത് കൃഷ്ണൻ. എഴുന്നേൽക്ക് പെണ്ണേ. ഇൻസ്പെക്ടർ സാർ ആരാണെന്നാ നീ വിചാരിച്ചത്? ആഹാ, വന്ന് വന്ന് അനുസരണക്കേടും കാണിച്ചു തുടങ്ങിയോ? നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു. ഞാനും സീതയും പാവകളുടെ കല്യാണം നടത്തുകയായിരുന്നു. നീ വാ, ഇവിടെ ഇരിക്കെ. ഞാൻ നിനക്ക് നല്ലൊരു പാവക്കുട്ടിയെ വാങ്ങിത്തരുന്നുണ്ട്. കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന പാവക്കുട്ടി. വയറ്റിൽ ഞെക്കിയാൽ പപ്പ പപ്പ എന്ന് കരയുന്ന ഒരു പാവക്കുട്ടി. നിനക്ക് വേണോ? വേണം. അത് ഞാൻ ഒരിടത്ത് കണ്ടുവച്ചിട്ടുണ്ട്. 100 രൂപയാണ് വില. നിനക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിക്കാനും എനിക്ക് മടിയില്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കുട്ടികളോട് ഇഷ്ടമല്ലേ? പക്ഷേ നിന്നോടുള്ള അത്രയും സ്നേഹം എനിക്ക് ആരോടുമില്ല. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ എൻ്റെ അച്ഛനെ പോലെയുണ്ട് നിങ്ങൾ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അച്ഛനും ഓർമ്മ വരും. ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ എൻ്റെ അച്ഛനെ പോലെയുണ്ട് നിങ്ങൾ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അച്ഛനും ഓർമ്മ വരും. ആകാശം നോക്കൂ രുക്മിണി, വെള്ള തേച്ച ചൂരകൾ പോലെ ഉണ്ടല്ലേ? നല്ല വെളുത്ത ചുവരുകളുള്ള വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എല്ലാ വർഷവും അച്ഛൻ കുമ്മായത്തിൽ നീലം കലക്കി ചുവരുകൾ വെള്ളയടിക്കുമായിരുന്നു.
നിന്റെ അച്ഛൻ എവിടെയാണ് സീതേ? അച്ഛൻ മരിച്ചു. കോളറ എല്ലാവരെയും കൊണ്ടുപോയി. അച്ഛൻ, അമ്മ, എന്റെ മൂത്ത ജ്യേഷ്ഠന്മാർ. വെളുത്ത ചുവരുകളുള്ള നിന്റെ വീടിന് എന്തു പറ്റി? അതും ചത്തുപോയി കാണും. എല്ലാം ചാകും രുക്മിണി, ഈ ആകാശം പോലും. സീതേ, എന്താ മോളെ? എനിക്ക് വയ്യ അമ്മേ, വയറാകെ ആളി കത്തുന്നത് പോലെ. രാധേ, ഓടിപ്പോയി ചിന്നോക്കനെ വിളിച്ചോണ്ട് വാ. അത് തന്നെ, നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. മുറുക്കാനുണ്ടെങ്കിൽ ഇങ്ങിതാ. അടുത്ത കാലത്തായി എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. ആവുന്ന കാലത്ത് ഞാൻ എല്ലാവരെയും സഹായിച്ചു. ഇപ്പൊ എന്നോട് ആർക്കും ഒരു സ്നേഹവുമില്ല. അതൊക്കെ പോട്ടക്ക, എന്താ ഒരു പോം വഴി? യൗവനം പോയാൽ എല്ലാം പോയി. സത്യ, ഇന്ന് നിനക്കൊരു വീടുണ്ട്. 10 കൊല്ലം കഴിയട്ടെ, ചണ്ടി പോലെ നിന്നെ അടിച്ച് പുറത്താക്കും. ആ സരസ്വതി അല്ലെങ്കിൽ രാധ. കരുതാക്കൊണ്ട് ഒന്നും പറയാതെ എൻ്റെ ചിന്നുവക്ക, എന്നെ എൻ്റെ പെൺകുട്ടികൾ സ്നേഹിക്കും. ഞാനവരെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. അവരെന്നെ ഒരിക്കലും ആട്ടിപ്പുറത്താക്കുകയില്ല. ഒരിക്കൽ ഞാനും ഇങ്ങനെ തന്നെ കരുതിയിരുന്നു. എൻ്റെ അരിമപ്പെണ്ണ് എന്നെ അടിച്ച് പുറത്താക്കിയപ്പം ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നു? പിന്നെ നിങ്ങളെ പോലുള്ളവർക്ക് ചില ആവശ്യങ്ങൾ എന്നെ കൊണ്ടുള്ളത് കൊണ്ട് ഞാൻ പട്ടിണി കൂടാതെ കഴിയുന്നു. ശരി, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം.
രാധേ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. സത്യ, സീതയുടെ നില അല്പം മോശമാണ്. ഡോക്ടറെ വിളിക്കുന്നതാ നല്ലത്. രുക്മിണി, നമ്മുടെ സീത പോയി മോളെ. സീത എവിടെ പോയി? മോൾക്ക് അമ്മയുടെ ഒരു കത്തുണ്ട്. എന്താ മോളെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്? സുഖമില്ലേ? എന്തിനാ കരയുന്നേ? സീത മരിച്ചുപോയി. ഏത്? ആ നീണ്ട മെലിഞ്ഞു കുട്ടിയോ? വാ. എന്റെ പക്ഷിക്കുഞ്ഞ് എവിടെയായിരുന്നു? എന്താ പിണക്കമാണോ? പാവയെ വാങ്ങിക്കൊണ്ടിരാത്തോണ്ടാണോ? 2-3 ദിവസത്തിനകം പാവയെ കൊണ്ടുതരാം. നിനക്കതിന് സീതയെന്ന് പേരുമിടാം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോണം, ഇല്ല ഞാനും ചത്തു.
നിന്റെ അച്ഛന് നിന്നോട് വലിയ സ്നേഹമായിരുന്നു. അച്ഛനിപ്പോ എവിടെയുണ്ട്? അച്ഛൻ അമ്മയുമായി വഴക്കിട്ട് എങ്ങോ പോയി, പിന്നെ മടങ്ങി വന്നില്ല. ദീപാവലിക്ക് പുതിയ ഉടുപ്പ് കൊണ്ടുവരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു, വന്നില്ല. എന്റെ അച്ഛൻ എന്നെ മറന്നു കാണും. കരയാതെ കുട്ടി, നിനക്ക് ഞാനില്ലേ? ഞാൻ നിന്നെ മോളെ പോലെ നോക്കാം. അതുപോലെ ലീലാബായ് സത്യാബായ് ഇവിടെയാണോ താമസിക്കുന്നത്? ആരാ? ലീലാബായ് സത്യാബായ് ആരാണ്? ഞാനാണ്. എന്താ? ഇതിലൊന്ന് ഒപ്പിടൂ. എന്റെ മോന്റെ കത്താണോ? 10 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ എന്റെ പുന്നാര മോന്റെ കത്താണോ? ഇത് കത്തും മണിയാർഡറൊന്നുമല്ല, കോടതിയിൽ നിന്നുള്ള സമൻസാണ്. വേഗം ഒപ്പിട്ടോളൂ, ഇല്ലെങ്കിൽ പുറകെ വാറണ്ട് വരും. ഇതിലെന്താ എഴുതിയിരിക്കുന്നേ? ഒന്ന് വായിച്ചേ. ഈ വീടിന്റെ ഉടമസ്ഥൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. വാടക കുടിശ്ശികയുടെയും മറ്റ് അനാശാസ്യ നടപടികളുടെയും പേരിൽ നിങ്ങളെ ഇവിടെ ഒന്ന് ഒഴിപ്പിക്കാൻ. ഇത് കണ്ടോ സാർ? ആ കാട്ടുകളിലും കാണിച്ച വേല കഴിഞ്ഞ മാസം വരെ ഞാൻ വാടക കൃത്യമായി കൊടുത്തതാണ്. അപ്പ അതിനൊന്നും ഇതിനൊന്നും പറഞ്ഞ് ചോദിക്കുന്ന കാശ് വേറെയും കൊടുത്തു. കൂടാതെ അയാൾക്ക് എന്നെ പെൺകുട്ടികളെയും കാഴ്ചവെച്ചു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ സത്യമായി. അയാൾ എന്നെയും കുട്ടികളെ ഇവിടെ നടക്കാൻ കേസ് കൊടുത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം ജയിലിൽ അടയ്ക്കുമോ സാർ? വാടക കൊടുത്തതിന് രസീത് കയ്യിലുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ ദ്രോഹിച്ചവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. സാർ, എന്നെ ഇതിന്ന് സാറ് തന്നെ രക്ഷിക്കണം. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. നമുക്കൊരു വക്കീലിനെ കാണാം. എന്നെ രക്ഷിക്കണം അമ്മ, ഇല്ലെങ്കിൽ ഞാൻ വിധവയായി പോവും. മേരി, നീ എപ്പോ വന്നു? ഒന്ന് എഴുന്നേക്കും അമ്മ. എന്റെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. പോലീസുകാർ അദ്ദേഹത്തെ ഒരുപാട് തല്ലി. ഉടനെ ചെന്നില്ലെങ്കിൽ അവർ അദ്ദേഹത്തെ തല്ലിക്കൊല്ലും. മീരെ, നീ മടങ്ങി വരാൻ തന്നെ തീരുമാനിച്ചോ? എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ഇൻസ്പെക്ടർ സാറിനോട് ഒന്ന് പോയി പറയൂ. അദ്ദേഹം എന്നെ തട്ടിക്കൊണ്ടു പോയതല്ല, എന്നെ കൊണ്ടുപോവാൻ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. ശരി മീര, ഞാൻ പോയി ഇൻസ്പെക്ടറെ കാണാം. നീ അകത്ത് പോയി കുളിച്ച് ആഹാരം വല്ലതും കഴിക്ക്. നിന്നെ കണ്ടിട്ട് ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായും തോന്നും. ഓ രുക്മിണി, വാ. പുരുഷന്മാരെ പ്രേമിക്കുന്നത് കയറുകൊണ്ട് സ്വന്തം കഴുത്തിൽ കുരുക്കിടുന്നത് പോലെയാണ് കുട്ടി. ആരെയും പ്രേമിക്കുന്നില്ലെങ്കിൽ നിനക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ടാവും. അത് ഓർമ്മ വേണം.
എനിക്ക് മാപ്പ് തരൂ. ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ ഞാനാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഞാൻ കാരണമാണ് നിങ്ങൾക്ക് തല്ലുകൊണ്ടത്. വല്ലാതെ വേദനിച്ചു അല്ലേ? വരൂ, അകത്ത് പോയി അല്പം വിശ്രമിക്കാം. മീര, നീ അവനെ വെറുതെ വിടൂ. നീ കാരണം അവനിതെല്ലാം അനുഭവിച്ചു. അവൻ അല്പം സമാധാനമായിരിക്കട്ടെ. ഞാനില്ലാതെ ഇദ്ദേഹത്തിന് എന്ത് സമാധാനമാണ്? അങ്ങ് ഇപ്പോഴും എന്നെ പ്രേമിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ലേ? എനിക്കറിഞ്ഞൂടാ. കൃഷ്ണ, നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോ. അവർ നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരുന്നു ഈ മധുവിധു. നാം ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. നിനക്ക് എത്ര വയസ്സായി കുട്ടി? നീ മേരിയെ മറന്നേക്കൂ. ജോലിയെല്ലാം കിട്ടി, പണം ഉണ്ടാവുമ്പോൾ ഇങ്ങോട്ട് വാ. അവന് 24 വയസ്സായെന്നും ഓഫീസിൽ ജോലി കിട്ടിയെന്നും എന്നോട് പറഞ്ഞു. കൊള്ളൻ, കാട്ടുകള്ളൻ. ഇറങ്ങൂ. എന്റെ മുറിയിൽ കയറിക്കൂടിയിരിക്കുന്നു. നാണം കിട്ടവളെ, നീ എന്ത് വിചാരിച്ചു? ഈ വീട് നിന്റെ സ്വന്തമാണെന്നോ? ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നിനക്ക് നല്ലത്. കുറെ ദിവസം ഒരു കോളേജ് പയ്യനെയും കൊണ്ട് ഒളിച്ചോടി പോയിട്ട് പിന്നെയും മടങ്ങി വന്നിരിക്കുന്നു. ഇനി ഞാൻ ഈ മുറി വിട്ടു തരില്ല. എന്താണ് ഇവിടെ ബഹളം? അമ്മേ, ഇവളെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങുകയില്ലെന്ന്. ഇത് അവളുടെ മുറിയാണത്രേ. മീര, ഈ മുറി ഞാൻ സരസ്വതിക്ക് കൊടുത്തതാണ്. നിന്റെ സാധനങ്ങളൊക്കെ ഹാളിൽ വെച്ചിട്ടുണ്ട്. ഇനി നിന്റെ സ്ഥലം അവിടെയാണ്. ഈ മുറിയിലല്ലാതെ ഞാൻ ഇവിടെ താമസിക്കില്ല. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പോസ്റ്റ്. എന്റെ മോന്റെ കത്തുണ്ടാ സാർ? എന്നെ ഉപേക്ഷിച്ചു പോയ കാശിന് കൊള്ളാത്ത പുന്നാര മോന്റെ കത്ത് ഉണ്ടല്ലോ സത്യാബായ്. നിങ്ങളുടെ പുന്നാര മോന്റെ കത്ത് വന്നല്ലോ സത്യാബായ്. എവിടെ ദാ. എന്റെ മോന്റെ കത്ത് എവിടെ? സരസ്വതി, ആ. മീരേ, ആ. രാധേ, രുക്മിണി, വേഗം വാ. എന്റെ മോന്റെ കത്ത് വന്നു. വരണം സാർ, വരണം. ഉം. അകത്ത് വരണം. ഉം. സാർ തന്നെ കത്ത് വായിച്ചു തരണം. ശരി. പ്രിയപ്പെട്ട അമ്മ വായിച്ചറിയാൻ 10 കൊല്ലമായി ഞാൻ അമ്മയെ വിട്ടുപോന്നിട്ട്. എന്നാൽ ഇന്ന് വലിയവനായ എൻ്റെ യജമാനൻ സ്നേഹത്തിന്റെ വില എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തന്നു. അമ്മയെ വേദനിപ്പിച്ചതിനും ഇത്രയും കാലം അമ്മയെ തിരക്കാതിരുന്നതിനും അദ്ദേഹം എന്നെ ശാസിച്ചു. അങ്ങനെ 10 കൊല്ലങ്ങൾക്ക് ശേഷം ഈ കത്ത് ഞാൻ അമ്മയ്ക്ക് എഴുതുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച ഞാൻ അമ്മയെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയുടെ കാലിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അമ്മയുടെ പുന്നാരമോൻ സദാശിവൻ. എന്റെ മോൻ സദാശിവൻ. ആ കുട്ടികളെ, നിങ്ങൾ ആ സേട്ടുവിന്റെ പീടികയിൽ പോയി കുറെ ലഡുവും ജിലേബിയും വാങ്ങിക്കൊണ്ട് വരൂ. ഇന്നിവിടെ ഉത്സവമാണ്. വരുന്നവർക്കെല്ലാം മധുരം കൊടുക്കണം. അമ്പലത്തിൽ
ഒരു പൂജയും നടത്തണം. ഇന്നെന്താണ് ഇവിടെ വലിയ ആഘോഷം? അങ്ങി കത്തൊന്ന് വായിച്ചു നോക്കണം. സത്യാഭായി, നിങ്ങളുടെ ഭാഗ്യം തെളിയുകയാണ്. രുക്മിണി, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. രുക്മിണിക്ക് ഈ പാവക്കുട്ടിയെ സമ്മാനിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വരട്ടെ സത്യാഭായി. ഈ ദിവസം അങ്ങ് പോകരുത്. ഇന്നിവിടെ സന്തോഷത്തിന്റെ ദിവസമാണ്. അത് പങ്കുവയ്ക്കാൻ അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അങ്ങയ്ക്ക് കുറച്ച് സമയം മീരയുടെ കൂടെ വിശ്രമിച്ചുകൂടെ? അവളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അങ്ങയ്ക്ക്. വേണ്ട സത്യാഭായി, എനിക്കൊരു സ്ത്രീയുടെ കൂടെ കഴിയാൻ തോന്നുന്നില്ല. എന്റെ ഉള്ളിൽ എന്തോ മരിച്ചു. പുരുഷോത്തമദാസ് ധർമ്മദാസ് വാദിയായും ലീലാഭായ് സത്യഭായ് എതിർകക്ഷിയായും പുത്തൂർ പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ OS 3887 നമ്പരായി നടന്നു വന്നിരുന്ന കേസിലെ കൽപ്പന അനുസരിച്ച് ഡി സത്യഭായിയെ 28,345 നമ്പർ വീട്ടിൽ നിന്നും ഇതിനാൽ ഇന്നേ ദിവസം ഒഴിപ്പിച്ചിരിക്കുന്നതും മേൽപ്പടി വീടിനെ അതിന്റെ ഉടമസ്ഥനായ വാദി പുരുഷോത്തമദാസ് ധർമ്മദാസ് കൈവശം ഇതിനാൽ ഇന്നേ ദിവസം കൈമാറിയും ഇരിക്കുന്നു. മേൽപ്പടി കൽപ്പനയോടെ ചേർത്തിട്ടുള്ള താഴെ പറയുന്ന പട്ടിക വസ്തുക്കളെ ഇതിനാൽ ജപ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു.